സംഘർഷ സാഹചര്യം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ UAE താമസിക്കുന്ന പ്രവാസികൾക്ക് പലപ്പോഴും ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രവാസികൾ UAE സുരക്ഷിതമായി കഴിയുന്നതിന് പിന്നിൽ UAE ശക്തമായ നീക്കങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേൽ തർക്കങ്ങൾക്കിടയിൽ UAE സ്വീകരിച്ച നിലപാട് ആഗോളതലത്തിൽ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇറാനെതിരെ സൈനിക നീക്കങ്ങളുമായി UAE മണ്ണ് ഉപയോഗിക്കാൻ ഇന്നേ വരെ രാജ്യം അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയുമില്ല. ഈ കാര്യം UAE തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജനീവയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ UAE അംബാസഡർ ജമാൽ അൽ മുഷാറഖ് ആണ് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, ഞങ്ങളുടെ താവളങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നില്ല, അത്തരമൊരു സംഘർഷത്തിൽ ഞങ്ങൾ ഭാഗമാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാക്കുകൾ UAE സമാധാനത്തിന്റെ അടയാളമാണ്. കൂടാതെ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുമാണ് UAE എന്നും ശ്രമിക്കുന്നത്. ആക്രമണങ്ങളെ രാജ്യം ശക്തമായി എതിർക്കുമ്പോഴും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ UAE പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയ്ക്കും അതുപോലെ ബിസിനസ് സാഹചര്യങ്ങൾക്കും വലിയ ഉറപ്പ് തന്നെയാണ് നൽകുന്നത്. നേരത്തെ UAEക്ക് എണ്ണ വരുമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ഇന്ന് UAE കൈവയ്ക്കാത്ത മേഖലകളില്ല. കൂടാതെ കണക്കുകൾ നോക്കുമ്പോൾ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 75% വരുന്നത് മറ്റു മേഖലകളിൽ നിന്നാണ്. അതിൽ ടൂറിസം, വിദേശ നിക്ഷേപം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വ്യോമയാനം തുടങ്ങിയ മേഖലകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എണ്ണ ഉപയോഗത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും രാജ്യത്തെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളെ അതൊരിക്കലും ബാധിക്കില്ല. അതിന് തെളിവാണ് ദുബായിലും അബുദാബിയിലും വർദ്ധിച്ചു വരുന്ന നിക്ഷേപങ്ങളും പുതിയ ബിസിനസ് അവസരങ്ങളും. ഈ വൈവിധ്യവൽക്കരണമാണ് UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. എന്തായാലും UAEയിൽ നിന്ന് വരുന്ന ഈ വാർത്ത പ്രവാസികൾക്ക് ഏറെ ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉയർന്നു കേട്ടൊരു ചോദ്യമുണ്ട്: ഇറാനെ UAE ആക്രമിക്കുമോ എന്ന്. UAEക്ക് ഇറാനെ ആക്രമിക്കാൻ നിരവധി കാരണങ്ങൾ മുന്നിലുണ്ടായിരുന്നു. 1700-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ UAEയിലേക്ക് അയച്ചത്. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി, ചില ജീവനുകൾ പൊലിഞ്ഞു, നിരവധി പേർക്ക് പരിക്കേറ്റു. അങ്ങനെ ആ ജനങ്ങളുടെ ജീവിതത്തെ ഇതൊക്കെ വലിയ രീതിയിലാണ് ബാധിച്ചത്. ഭരണാധികാരികളും ഭരണകൂടവും എല്ലാം വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും UAE ഇറാനെ ആക്രമിക്കാൻ തയ്യാറായില്ല. നേരത്തെ UAE ഇറാനെ ആക്രമിച്ചതായി വ്യാജ വാർത്തകൾ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. അപ്പോഴും UAE പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്: ഇറാനെ ഞങ്ങൾ ആക്രമിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അവിടുത്തെ ജനതയായിരിക്കും. ഇറാൻ ജനതയുടെ ക്ഷേമം അത് ഞങ്ങൾക്കും പരമപ്രധാനമാണ്. അത് തന്നെയാണ് UAE മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സ്വന്തമായി ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ആ രാജ്യം ആക്രമിച്ച രാജ്യത്തെ തിരിച്ചാക്രമിക്കാൻ തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലാണ് UAEയുടെ ഈ നിലപാട് ചർച്ച ചെയ്യപ്പെടുന്നത്. UAE എന്നും വ്യക്തവും ശക്തവും തന്നെയാണ്. നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്ത രാജ്യം കൂടിയാണ് UAE. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവാസികളുണ്ട് UAEയിൽ. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വം തന്നെയാണ് അവരെ അങ്ങോട്ട് ആകർഷിച്ചിരിക്കുന്നത്. പലർക്കും സെക്കൻഡ് ഹോമാണ് UAE. എന്തായാലും പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് UAEയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം.